ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ഇനി നമുക്ക് 88 പേജ് നമ്പറിലെ ലേഖൻ കൗശൽ റൈറ്റിംഗ് സ്കിൽസ് ആണ്. ഋതുലേഖ ഡിക്റ്റേഷൻ. അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരൊറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. സാരസ്, തയ്യാർ, കിസാൻ, അഭ്യാസ്, ചിന്ത, സ്വാർത്ഥി, നിശ്ചയ്, സുരക്ഷിത്. ഇത് ഒരൊറ്റ തവണ എഴുതുക. പിന്നെ നെക്സ്റ്റ് പ്രശ്നവും കെ ഉത്തർ ലിഖിए. ആൻസർ ദി ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. फसल पकने पर मादा सारस को चिंता क्यों हो गई? फसल पकने पर, അതായത് വിളവ് പാകമായതിൽ മാതാ സാരസ് കോ ചിന്ത ക്യോം ഹോയി. മാതാ സാരസ് അതായത് ആ പെൺകൊക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിച്ചത്? അതായത് വിളവ് പാകമായി, അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സാരസപക്ഷി ചിന്തിച്ചത്? വിളവ് പാകമായല്ലോ, ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഒരു വേവലാതി ആ മാതാ സാരസ പക്ഷിക്കുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് മാതാ സാരസ് ഇങ്ങനെ ചിന്തിച്ചത്? ആൻസർ, ഖേത്ത് കാ മാലിക് അബ് കബി ബി ആക്കർ ഫസൽ കാടേക. അതായത് ഖേത്ത് കാ മാലിക്, ആ വയലിൻ്റെ മാലിക് ഉടമസ്ഥന്, അബ് കബി ബി ആക്കർ, ഇപ്പോൾ തന്നെ ആ വിളവ് വെട്ടാൻ വരുമെന്ന് പേടിച്ചിട്ടാണ് മാതാ സാരസ പക്ഷി ഇങ്ങനെ ചിന്തിച്ചത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. गाँव वाले ननकू के साथ क्यों नहीं आए? गाँव वाले ननकू के साथ क्यों नहीं आए? അതായത് ഗ്രാമവാസികൾ നൻകുവിൻ്റെ കൂടെ എന്തുകൊണ്ടാണ് വരാതിരുന്നത്? എന്തുകൊണ്ടാണ്? ആ ഗ്രാമത്തിലുള്ള ആളുകൾ വളരെയധികം സ്വാർത്ഥരായതുകൊണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെയാണ്? ഗാം വാലെ സ്വാർത്ഥിതെ, ഗ്രാമവാസികൾ സ്വാർത്ഥരായിരുന്നു. ഇസ്ലിയെ വേ നൻകു കെ സാത്ത് നഹീം ആയേ, ഇതുകൊണ്ട് അവർ നൻകുവിൻ്റെ കൂടെ വന്നില്ല. അപ്പോൾ ഗ്രാമവാസികൾ സ്വാർത്ഥരായതുകൊണ്ടാണ് നൻകുവിൻ്റെ കൂടെ ഗ്രാമവാസികൾ വരാതിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗാം വാലോം കെ ന ആനെ പർ നൻകുനെ ക്യാ നിശ്ചയ കിയ? ഗ്രാമവാസികൾ വരാതിരുന്നതിൽ നൻകു എന്താണ് നിശ്ചയിച്ചത്? ലാസ്റ്റ് തീരുമാനിച്ചത്? ഗ്രാമവാസികൾ വരാതിരുന്നല്ലോ, അപ്പോൾ എന്താണ് നൻകു തീരുമാനിച്ചത്, നിശ്ചയിച്ചത് എന്താണെന്ന്? എന്താ നിശ്ചയിച്ചത്? ജബ് നൻകു കെ ബേട്ടെ ബി ഉസ്കെ സാത്ത് ഫസൽ കാട്നെ നഹീം ആയേ തോ ഉസ്നെ സ്വയം ഫസൽ കാട്നെ കാ നിശ്ചയ കിയ. അതായത് എപ്പോഴാണോ നൻകുവിൻ്റെ കുട്ടികളുടെ അടുത്തേക്ക് പിന്നെ ആ ഉടമസ്ഥൻ വരുന്നത്, വിളവ് വെട്ടാൻ വേണ്ടി വരുന്നത്, അപ്പോൾ തോ ഉസ്നെ സ്വയം ഫസൽ കാട്നേക്കാ നിശ്ചയിക്കുക, അപ്പോഴാണ് നൻകു സ്വയം ഞാൻ ഇത് വെട്ടാമെന്ന് തീരുമാനിച്ചത്. നെക്സ്റ്റ്. നൻകുനെ കബ് നിശ്ചയ കിയ കി വ സ്വയം ഫസൽ കാട്നെ ആയേഗ. നൻകു എപ്പോഴാണ് നിശ്ചയിച്ചത്? കി എന്തെന്നാൽ വഹ് സ്വയം ഫസൽ കാട്നെ ആയേഗ, അതായത് ഞാൻ തന്നെ സ്വയം വിളവ് വെട്ടാമെന്ന് നൻകു എപ്പോഴാണ് തീരുമാനിച്ചതെന്ന്. അത് എപ്പോഴാണ് തീരുമാനിച്ചത്? ജബ് നൻകു കെ സാത്ത് ഗാം വാലെ ഫസൽ കാട്നെ ബി നഹീം ആയേ. എപ്പോഴാണോ നൻകുവിൻ്റെ കൂടെ ഗ്രാമവാസികൾ വിളവ് വെട്ടാൻ വരാതിരുന്നത്, അപ്പോഴാണ് നൻകു ഇങ്ങനെ നിശ്ചയിച്ചത്. എന്ത്? കി വഹ് സ്വയം ഈ ഫസൽ കാടേക, ഇത് ഞാൻ തന്നെ സ്വയം വെട്ടാമെന്ന് നൻകു തീരുമാനിച്ചത് അപ്പോഴാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാരസ്നെ തുരന്ത് ഖേത്ത് ചോടനെ കാ നിശ്ചയ ക്യോം കിയ. അതായത് സാരസപക്ഷികൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ വയൽ ഉപേക്ഷിച്ച് പോവാമെന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടായിരുന്നു? ക്യോംകി, എന്തുകൊണ്ടെന്നാൽ അബ് നൻകു കോ സ്വയം ആക്കർ ഫസൽ കാട്നീതി, ഇപ്പോൾ നൻകു വന്നിട്ട് സ്വയം ഫസൽ, ആ വിളവ് വെട്ടിക്കൊണ്ടിരിക്കും, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാം, ഈ വയൽ ഉപേക്ഷിച്ച് പോവാമെന്നായിരുന്നു സാരസപക്ഷികൾ തീരുമാനിച്ചത്. അപ്പോൾ ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ചെയ്യാം. ഞാൻ PDF ആയിട്ട് അയക്കാം. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ചെയ്യാം. ഓക്കെ. അടുത്തത് ശ്രദ്ധിക്കുക. കഹാനി ക്രം കെ അനുസാർ സംഖ്യ ലിഖെ. അതായത് ഇവിടെ ഈ കഹാനി ഓർഡറിലല്ല കൊടുത്തിട്ടുള്ളത്, ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളോട് ഓർഡർ ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ക്രമത്തിനനുസരിച്ച് സംഖ്യ ഇട്ട് കൊടുക്കുക. ഏതാണോ
ഓർഡർ ആയിട്ടുള്ളത് അതിൻ്റെ സംഖ്യ അവിടെ ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ഏതാണ് അങ്ങനെ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഏതാണ്? സാരസ്നെ കേത്ത് ചോടിനേക്കാ നിശ്ചയിക്കുക. അതായത് സാരസപക്ഷികൾ വയൽ ഉപേക്ഷിച്ച് പോവാൻ തീരുമാനിച്ചു. ഇത് എത്രാമത്തതാണ്? ഇത് ഏറ്റവും ലാസ്റ്റാണ് വരുന്നത്. അപ്പോൾ ഇത് സംഖ്യ 4. ഈ കോളത്തിൽ നിങ്ങൾ 4 എന്ന് ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, सारस का जोड़ा ननकू के खेत में रहता था. सारस का जोड़ा ननकू के खेत में रहता था. സാരസപക്ഷികൾ ഒരുമിച്ച് നൻകുവിൻ്റെ വയലിലായിരുന്നു താമസിച്ചിരുന്നത്. ജോഡിയായിട്ട്, അതായത് സാരസപക്ഷികൾ ഇണ ചേർന്നിട്ട് നൻകുവിൻ്റെ വയലിലായിരുന്നു താമസിച്ചിരുന്നത്. ഇത് ക്രമസംഖ്യ നമ്പർ 1 ആണ്. അപ്പോൾ ഇതിൽ 1 കൊടുക്കുക. നെക്സ്റ്റ്, गाँव वाले ननकू की सहायता करने नहीं आए. गाँव वाले ननकू की सहायता करने नहीं आए. ഗ്രാമവാസികൾ നൻകുവിനെ സഹായിക്കാൻ വന്നില്ല. ഗ്രാമവാസികൾ നൻകുവിനെ സഹായിക്കാൻ വന്നില്ല. ഇത് ക്രമസംഖ്യ നമ്പർ 2 ആണ്. ലാസ്റ്റ്, അകേലെ ദിൻ നൻകു സ്വയം കേത്ത് കാടിനെ ആയേഗ. അകേലെ ദിൻ അടുത്ത ദിവസം നൻകു സ്വയം കേത്ത് കാടിനെ ആയേഗ. നൻകു സ്വയം വന്നിട്ട് വിളവ് മുറിക്കാൻ വരും. ഇത് നമ്പർ 3 ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഫസ്റ്റിലത് 4, സെക്കൻഡ് 1, തേർഡ് 2 ആൻഡ് ലാസ്റ്റ് 3. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്തത് പേജ് നമ്പർ 89. കിസ്നെ കഹ, അതായത് ഊസഡ്, ആരാണ് പറഞ്ഞത്? ഇതാണ് ഫസ്റ്റ്. നെഹീം, അബി നെഹീം കാടേക, സമയ ലഗേക. നെഹീം, ഇല്ല. അബി നെഹീം, ഇപ്പോൾ സമയമായിട്ടില്ല വിളവ് മുറിക്കാൻ. ഇത് ആരാണ് പറഞ്ഞത്? ഇതാരാണ് പറഞ്ഞത്? സാരസ്നെ, സാരസപക്ഷികളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ സാരസ്നെ എന്ന് എഴുതി കൊടുക്കുക. നെക്സ്റ്റ്, മേം കൽ സ്വയം ഫസൽ കാടിനെ ആവുക. മേം കൽ, ഞാൻ നാളെ, സ്വയം ഫസൽ കാടിനെ ആവുക, ഞാൻ നാളെ സ്വയം ഒറ്റയ്ക്ക് വന്നിട്ട് തന്നെ വിളവ് മുറിക്കുന്നതാണ്. മുറിക്കാൻ വരും. ആവുക എന്ന് പറഞ്ഞാൽ മുറിക്കാൻ വരും. അത് ആരാണ് പറഞ്ഞത്? നൻകു. നൻകു അല്ലേ പറഞ്ഞത്? അപ്പോൾ നൻകുനെ. നെക്സ്റ്റ്, ജൽദി ചലോ ഹമേം അപ്ന കാര്യ സ്വയം കർന ചാഹിയേ. ജൽദി ചലോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരൂ. ഹമേം അപ്ന, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ, സ്വയം കർന ചാഹിയ, നമ്മൾ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നമ്മൾ സ്വയം ചെയ്യൽ അത്യാവശ്യമാണ്, ആവശ്യമാണ്. ഇത് ആരാണ് പറഞ്ഞത്? സാരസ്നെ, സാരസപക്ഷികളാണ് പറഞ്ഞത്. അപ്പോൾ ഇത് എഴുതുക. ഫസ്റ്റിലെ സാരസ്നെ, സെക്കൻഡ് നൻകുനെ ആൻഡ് തേർഡ് സാരസ്നെ. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾ ടെക്സ്റ്റിൽ ചെയ്യുക. ഇത് ജീവൻ കൗശലാണ്, അത് വേണ്ട. നെക്സ്റ്റ്, ലാംഗ്വേജ് സ്കില്ലിലെ ഭാഷാ കൗശൽ, അതിലെ വിലോം ശബ്ദ് ചുൻകർ ലിഖെ, വിലോം ശബ്ദ് തിരഞ്ഞെടുത്തിട്ട് എഴുതാനാണ്. ചൂസ് ആൻഡ് റൈറ്റ് ഓപ്പോസിറ്റ്. റൈറ്റ് സൈഡിൽ ഒരു സർക്കിൾ, ഗ്രീൻ സർക്കിളിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓപ്പോസിറ്റ് വേർഡ്സുകൾ. അപ്പോൾ ഇതിൽ യോജിച്ചത് ഏതാണോ അത് ഈ ഡോട്ട് ലൈനിൽ ചെയ്ത് കൊടുക്കാനാണ്. ഫസ്റ്റിലേത് അച്ച. അച്ച എന്ന് പറഞ്ഞാൽ നല്ലത്, ബെസ്റ്റ്. അപ്പോൾ അതിൻ്റെ നല്ലത് എന്നതിൻ്റെത് ഓപ്പോസിറ്റ് വരുന്നത് ചീത്തത്. അപ്പോൾ ചീത്തത് എന്നതിൻ്റെ ഹിന്ദി ഏതാണ്? ബുര. ഇതിലുണ്ടല്ലോ ബുര. അപ്പോൾ ഇവിടെ ബുര. നെക്സ്റ്റ്, മാലിക്. മാലിക് എന്ന് പറഞ്ഞാൽ യജമാനൻ, മുതലാളി എന്നൊക്കെയുള്ള അർത്ഥം. അപ്പോൾ അതിൻ്റെത് എന്താ വരിക? തൊഴിലാളി. അപ്പോൾ നൗക്കർ എന്ന് പറഞ്ഞാൽ തൊഴിലാളി, ജോലിക്കാരൻ എന്നൊക്കെ ഉള്ള അർത്ഥം. നെക്സ്റ്റ്, ഭയ്. ഭയ് എന്ന് പറഞ്ഞാൽ പേടി, ഭയം എന്നൊക്കെ ഉള്ള അർത്ഥം. അതിൻ്റെത് നിർഭയ്, ഭയമില്ലായ്മ. നെക്സ്റ്റ്, സുരക്ഷിത്. സുരക്ഷിത് എന്ന് പറഞ്ഞാൽ സുരക്ഷിതം. ദെൻ അതിൻ്റെ ഓപ്പോസിറ്റ് അസുരക്ഷിത്, സുരക്ഷിതത്വമില്ലായ്മ. നെക്സ്റ്റ്, നിശ്ചയ്. നിശ്ചയ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും, നിശ്ചയമായിട്ടും. അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് അനിശ്ചയ്, നിശ്ചയമല്ലാത്തത്. നെക്സ്റ്റ്, അന്ധകാർ. അന്ധകാർ എന്ന് പറഞ്ഞാൽ ഇരുട്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് പ്രകാശ്. എന്താണ്? പ്രകാശ്. അപ്പോൾ ഫസ്റ്റിലേത് അച്ച എന്ന് പറഞ്ഞാൽ ബുര, മാലിക്, നൗക്കർ, ഭയ്, നിർഭയ്, സുരക്ഷിത്, അസുരക്ഷിത്, നിശ്ചയ്, അനിശ്ചയ്, അന്ധകാർ, പ്രകാശ്. അപ്പോൾ ഇതും നിങ്ങൾ ടെക്സ്റ്റിലാണ് ചെയ്യേണ്ടത്. അത് ഞാൻ പറഞ്ഞിട്ട് പോലെ ടെക്സ്റ്റിൽ ചെയ്യുക. ഓക്കെ, അടുത്തത് നിർദ്ദേശാനുസാർ ലിഖെ.
അതായത് ഇവിടെ കുറച്ച് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, ഓരോ പ്രയോഗങ്ങൾ. ആ പ്രയോഗങ്ങൾക്കനുസരിച്ചിട്ടാണ് ഇവിടെ മാറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തേത് ഓൾറെഡി ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, നഹീം കാ പ്രയോഗ്, നഹീം വെച്ചിട്ടുള്ള പ്രയോഗമാണ്. അപ്പോൾ അതിലെന്താണ് ഫസ്റ്റിലേത്, അബ് കിസാൻ ഫസൽ കാടേക. അബ് കിസാൻ ഫസൽ കാടേക എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ വിളവ് വെട്ടാൻ വരും. അബ് കിസാൻ ഇപ്പോൾ കർഷകൻ ഫസൽ കാടേക വിളവ് വെട്ടും എന്നാണ്. അപ്പോൾ ഇവിടെ വരേണ്ട എന്താണ്, നഹീം കാ പ്രയോഗ്, നഹീം കാ പ്രയോഗ്, നഹീം എന്നാണ് ചേർക്കേണ്ടത്. അപ്പോൾ കിസാൻ കർഷകൻ വിളവ് വെട്ടില്ല എന്നാണ് വേണ്ടത്. അപ്പോൾ കിസാൻ ഫസൽ നഹീം കാടേക, കർഷകൻ വിളവ് വെട്ടില്ല. നെക്സ്റ്റ് എന്താണ്, ഖേത്ത് കാ മാലിക് ആയാത, അതായത് ഖേത്ത് കാ മാലിക് ആയാത, അതിൽ ഏത് പ്രയോഗമാണ് കൊടുത്തിട്ടുള്ളത്, ക്യാ കാ പ്രയോഗ്. അപ്പോൾ ഈ ക്യാ കാ പ്രയോഗ് വരുമ്പോൾ എങ്ങനെയാണ് അവിടെ കൊടുക്കുക, ക്യാ ഖേത്ത് കാ മാലിക് ആയാത, ക്യാ ഖേത്ത് കാ മാലിക് ആയാത. ഖേത്ത് കാ മാലിക് ആയാത അതായത് വയലിൽ യജമാനൻ വന്നിരുന്നു. അപ്പോൾ ക്യാ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പറയുമ്പോൾ എങ്ങനെയാണ്, ക്യാ ഖേത്ത് കാ മാലിക് ആയാത, എന്താ വയലിൽ യജമാനൻ വന്നില്ലേ. നെക്സ്റ്റ്, ഗാവ് വാലെ സോർത്തി ഹേ, ഗ്രാമവാസികൾ സോർത്തരാണ്. ക്യാ ഔർ നഹീമാണ് അതിൻ്റെ പ്രയോഗം. ഗ്രാമവാസികൾ സോർത്തരാണെന്നതിൻ്റെ പ്രയോഗം ക്യാ ഔർ നഹീം കാ പ്രയോഗം. അപ്പോൾ ക്യായും വേണം നഹീമും വേണം. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ക്യാ ഔർ നഹീം കാ പ്രയോഗ്. ക്യാ എന്താണ്, ക്യാ എന്താ, നഹീം ഇല്ല എന്നാണ്. ഗാംവാലെ സോർത്തി എന്ന് പറഞ്ഞാൽ ഗ്രാമവാസികൾ ഇവിടെ സോർത്തരാണ്. അപ്പോൾ ഇവിടെ വേണ്ടത് ക്യാ ഔർ നഹീം കാ പ്രയോഗ് വെച്ച് ചേർക്കുമ്പോൾ ക്യാ ഗാവ് വാലെ സോർത്തി നഹീം ഹേ, ക്യാ ഗാവ് വാലെ എന്താ ഗ്രാമവാസികൾ സോർത്തരല്ലേ, സോർത്തരല്ലേ. അപ്പോൾ ഇവിടെ വേണ്ടത് ക്യായും വന്ന് പിന്നെന്താ വന്നത്, നഹിയും വന്നു. അപ്പോൾ ക്യാ ഗാവ് വാലെ സോർത്തി ഹേ. അപ്പോൾ ഇതും നിങ്ങൾ ഈ പ്രയോഗങ്ങൾ വെച്ചിട്ട് ടെക്സ്റ്റിൽ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരുവിധമുള്ള വർക്കൊക്കെ ടെക്സ്റ്റിൽ തന്നെയാണ് ചെയ്യാനുള്ളത് അല്ലേ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പോലെ നിങ്ങൾ ടെക്സ്റ്റിൽ ചെയ്യുക കേട്ടോ. ഓക്കെ. അടുത്തത് 90 പേജിലെ വാക്യോം കോ ശുദ്ധ കരെ, അതായത് ഇവിടെ സെൻറ്റൻസുകൾ ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മളോട് കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് സെൻറ്റൻസ് ആക്കുക. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫസൽ പക്കർ തയ്യാർ ഹോ ഗയാ ഹേ, വിളവ് പാകമായി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ്, ഈ ഗയ എന്നുള്ളതാണ് ഇവിടെ മാറ്റേണ്ടത്. അപ്പോൾ ഇവിടെ ഫസൽ പക്കർ തയ്യാർ ഹോ ഗയ എന്നുള്ളത് വിളവ് നല്ലോണം പാകമായി തയ്യാറായി. അപ്പോൾ ഫസൽ പക്കർ തയ്യാർ ഹോ ഗയി ഹേ, ഗയ എന്നുള്ളത് ഗയി ഹേ എന്നായി മാറും. നെക്സ്റ്റ്, ഹം ഖാന ലേന ജാത്താ ഹേ, ഹം ഖാന ലേന ജാത്താ ഹേ, ഞങ്ങൾ ഭക്ഷണം തേടി പോകുന്നു. അതായത് ഭക്ഷണം തേടി, ജാത്ത എന്ന് പറഞ്ഞാൽ പോകും എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ ഭക്ഷണം തേടി പോകും. അപ്പോൾ ഈ ജാത്ത എന്നുള്ളതാണ് ഇവിടെ മാറ്റേണ്ടത്. അപ്പോൾ ഹം ഖാന ലേനെ ജാത്തേ ഹേ, ഞങ്ങൾ ഭക്ഷണം തേടി പോയി എന്നുള്ള അർത്ഥം. ഞങ്ങൾ ഭക്ഷണം തേടി പോയി, ജാത്തേ ഹേ പോയി, ജാത്ത എന്നുള്ളത് ജാത്തേ ആയി മാറി. നെക്സ്റ്റ്, അബ് ബച്ചോം കോ ഉടനെ കി അഭ്യാസ് കർവാओ, അബ് ബച്ചോം കോ ഉടനെ കി അഭ്യാസ് കർവാओ. അപ്പോൾ ഇവിടെ മാറ്റേണ്ടത് കി എന്നുള്ള സെൻറ്റൻസ് വേർഡാണ്. അപ്പോൾ അബ് ബച്ചോം കോ ഉടനെ കി എന്നുള്ളത് കാ അഭ്യാസ് കർവാओ, ഇപ്പോൾ ഞങ്ങൾ കുട്ടികളെ പറക്കാനുള്ള അഭ്യാസം പഠിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും നിങ്ങൾ ടെക്സ്റ്റിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ വർക്ക് ടെക്സ്റ്റിലൊന്നുമില്ല, നോട്ടിലൊന്നുമില്ല. ആ ഋതുലേഖ ഡിക്റ്റേഷൻ മാത്രം നിങ്ങൾക്ക് നോട്ടിൽ ചെയ്യാനുള്ളൂ. ബാക്കി ഫുള്ള് നിങ്ങളുടെ ടെക്സ്റ്റിലാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങളതൊക്കെ ടെക്സ്റ്റിലാണ് ചെയ്യേണ്ടത്. അടുത്തത് ഒരു രചനാത്മക ഗതിവിധിയാണ്, ക്രിയേറ്റീവ് ആക്ടിവിറ്റിയാണ്. അതിലുള്ള ഈ ഫസ്റ്റിലുള്ളത് വേണ്ട, അത് നിങ്ങൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. നെക്സ്റ്റ് രണ്ടാമത്തെ ആക്ടിവിറ്റി, 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ സാരസപക്ഷികളുണ്ട്, അവരുടെ കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പോൾ അതിന് നിറം നൽകാനാണ്. അത് നിങ്ങൾക്ക് ആകർഷകമായിട്ടുള്ള നിറം നൽകിയിട്ട്
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറം നൽകിയിട്ട് അയക്കുക. ഈ ചിത്രമേ സുന്ദർ സുന്ദർ രംഗ് വരെയെന്നാണ്. ഈ ചിത്രത്തിന് സുന്ദരമായിട്ടുള്ള നിറങ്ങൾ നൽകുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറം നൽകുക, അതയക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ എല്ലാ വർക്കും ടെക്സ്റ്റിലാണ് ചെയ്യാനുള്ളത്. അതിൽ ഒന്ന് മാത്രമേ നോട്ട്ബുക്കിലുള്ളൂ, അത് ഡിക്റ്റേഷനാണ് എടുത്തുള്ളത്. അതൊരു ഒറ്റ പ്രാവശ്യം മാത്രം എഴുതിയാൽ മതി. ബാക്കി ഫുള്ള് ടെക്സ്റ്റിൽ ചെയ്യുക. ഇത് ടെക്സ്റ്റിലുള്ള ഈ സാരസപക്ഷികൾക്ക് കളറ് കൊടുത്ത് വിടുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വർക്ക്. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല നീറ്റിലും വൃത്തിയിലും ഇത് കളർ കൊടുത്ത് വിടുക. ബാക്കിയുള്ളത് ചെയ്യുക, വർക്കുകൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.